ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഈ വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ വീട് ആർക്കിടെക്ട്സോ എഞ്ചിനീയേഴ്സോ കോൺട്രാക്ടേഴ്സോ ഒന്നും ഇല്ലാതെ ഒരു അച്ഛനും മോളും അവരുടെ ഇഷ്ടത്തിന് ഡിസൈൻ ചെയ്ത് പ്ലാൻ ചെയ്തിട്ടുള്ളൊരു വീടാണ്. ഇത് കൊല്ലം ജില്ലയിലെ ഇരവിപുരത്താണ്. 2500 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളോട്ട് പോകാം. എല്ലാവരും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കാർ പോർച്ച് കണ്ടാലോ. ഒരു കാർ പോർച്ച് നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഹാൻഡിൽസ് ഒക്കെ ചെയ്തിരിക്കുന്നത് സ്ക്വയർ ട്യൂബ്സ് കൊണ്ടാണ്. 4x4 സ്ക്വയർ ട്യൂബ്സ് ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. മുകളിലായിട്ട് റൂഫിംഗ് ഷീറ്റും താഴെ സീലിംഗ് വർക്കും ചെയ്തിട്ട് അതിനകത്ത് ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ആരും ശ്രദ്ധിച്ചു പോകുന്ന ഒരു ഡിസൈനിലാണ് ഇവിടെ കാർ പോർച്ച് ചെയ്തിരിക്കുന്നത്. മുറ്റത്തായിട്ടൊക്കെ നാച്ചുറൽ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസും ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഫ്രണ്ടിലായിട്ട് തന്നെയാണ് കിണറും വന്നിട്ടുള്ളത്. ഇനി നമുക്ക് സിറ്റ് ഔട്ട് പോർഷൻ കാണാം. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണാം. ആദ്യം തന്നെ ഈ ഒരു ഡോറിനെ കുറിച്ച് പറയട്ടെ. നമുക്ക് ഡബിൾ ഡോറാണ് വന്നിരിക്കുന്നത്. ഇത് ഫുള്ളി ടീക്ക് വുഡാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡോറ് മുതൽ ഇവിടുത്തെ എല്ലാ വിൻഡോസും ഡോർസും എല്ലാം തന്നെ ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. അത് നല്ല ഭംഗിയായിട്ടുള്ളൊരു ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ വിശാലമായ ഹോളാണ്. നല്ല ഭംഗിയായിട്ട് ഇൻറ്റീരിയേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ബ്രൈറ്റ് ആയിട്ട് ആണ് ഫീൽ ചെയ്യുന്നത്. സീലിങ്ങിലെല്ലാം തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീലിംഗ് വർക്ക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു വീട് ഫുൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ അച്ഛനും മോളും കൂടിയിട്ടാണ്. അവരുടെ ഐഡിയാസിൽ പ്ലാൻ വരച്ചു. അതുപോലെ ഇൻറ്റീരിയേഴ്സൊക്കെ അവർ തന്നെ അവരുടെ ഐഡിയാസിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ വിശാലമായൊരു ഹോള്. ഇവിടെ നല്ലൊരു ഊഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ TV യൂണിറ്റ് നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നു. ലൂവേഴ്സ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ രണ്ടും നമ്മുടെ ബെഡ്റൂംസ് ആണ് കേട്ടോ വരുന്നത്. ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല റോയൽ ലുക്കിലെ ഡൈനിങ് ടേബിൾ ആൻഡ് ചെയർസ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് നമ്മുടെ വാഷ് ബേസിനും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് കിച്ചണിലേക്കാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കിച്ചൺ. ഒരു ഓപ്പൺ കിച്ചണാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു. നല്ല ഭംഗിയായിട്ട് ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കിച്ചൺ നോക്കിയാൽ നല്ല രസമായിട്ടുണ്ടല്ലേ. ഈ ഒരു കിച്ചണിൽ നമ്മുടെ കബോർഡ്സ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലൈ ആണ്. മറൈൻ പ്ലൈ വിത്ത് മൈക്ക ലാമിനേഷൻ ആണ് ഷട്ടേഴ്സ് എല്ലാം യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഹാഫ്ലേയുടെ ഹോട്ട് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വാഷ് ബേസിൻ, മൾട്ടി പർപ്പസ്ഡ് ആയിട്ടുള്ള വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്കിത് കൂടാതെ ഒരു വർക്കിംഗ് കിച്ചൺ കൂടിയാണ്. ഇവിടെ നമ്മുടെ വർക്കിംഗ് കിച്ചണാണ്. വർക്കിംഗ് കിച്ചണും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വാഷിംഗ് മെഷീൻ, അതുപോലെ അവൻ എല്ലാം പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം അതിനായിട്ടൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതാ ഇവിടെ താളി ബാസ്ക്കറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഉള്ളി കാര്യങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി ഈ താഴത്തെ മാസ്റ്റർ ബെഡ്റൂം കാണാം. നമ്മുടെ ഇവിടെ റൂംസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഡോർ തുറന്ന് വരുന്നു. ഈ ഒരു സൈഡിൽ നമ്മുടെ ബാത്റൂം കൊടുത്തിരിക്കുന്നു. ഇതുകൂടാതെ ഇവിടെ ഇങ്ങനൊരു ഡോറ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു യൂസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് അത്യാവശ്യം കോമൺ ആയിട്ട് ബാത്റൂം യൂസ് ചെയ്യണമെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഈ ഒരു റൂമിലോട്ടൊരു എൻട്രൻസ് വരാതെ തന്നെ ഇവിടെ വരുന്ന ഗസ്റ്റിന് ഈ ഒരു ബാത്റൂം യൂസ് ചെയ്യാൻ പറ്റും. ഈ റൂമിലുള്ളവർക്ക് യാതൊരു ബുദ്ധിമുട്ട് വരികയില്ല. ആ ഒരു രീതിയിൽ, ആ ഒരു പർപ്പസിലാണ് ഇവിടെ താഴത്തെ ഫ്ലോറിൽ 2 റൂംസിലും ബാത്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. എല്ലാ ബെഡ്റൂംസും വളരെ ഭംഗിയായിട്ട് തന്നെ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നു. നല്ല രസമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വാർഡ്രോബ്സ് എല്ലാം തന്നെ മറൈൻ പ്ലൈ വിത്ത് മൈക്ക ലാമിനേഷൻ ആണ് ചെയ്തിരിക്കുന്നത്.
ഒരു വീട്ടിൽ റൂംസിൽ മാത്രമല്ല എ സി ഉള്ളത്, ഹാളിലും ഉണ്ട്. ഈ താഴത്തെ ഹാളിലും ഉണ്ട്, മുകളിലത്തെ ഹാളിലും ഉണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് കണ്ടീഷൻ, ഇപ്പം മഴയാണ്, പക്ഷേ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് കണ്ടീഷനിൽ ചൂട് കൂടി വരുന്ന സമയത്ത് എല്ലാവരും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് അല്ലേ. എ സി വേണം, നമ്മുടെ ഇലക്ട്രിക് വണ്ടികളുണ്ടെങ്കിൽ കാറായാലും സ്കൂട്ടറായാലും ഒക്കെ ചാർജ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇതിനെല്ലാത്തിനുള്ളൊരു പരിഹാരം, നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കാനുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത് സോളാർ തന്നെയായിരിക്കും. ഇപ്പോൾ എല്ലാവരും സോളാർ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ ഈ ഒരു വീട്ടിലും സോളാർ ഒരു 5 കിലോവാട്ടിൻ്റെ സോളാർ വെച്ചിട്ടുണ്ട്. ഫേർഡ് സോളാറാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ അവർക്ക് യൂസ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പം ഈ ഒരു വീട്ടിൽ സോളാർ വെച്ചിരിക്കുന്നത് ഫേർഡ് സോളാറാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ഇൻവെർട്ടർ വെച്ചിരിക്കുന്നത് സോളിസിൻ്റെ 5 കിലോ വാട്ടിൻ്റെ ഇൻവെർട്ടറാണ്. അതുപോലെ ഏറ്റവും മുകളിലായിട്ട് പാനൽ വെച്ചിരിക്കുന്നത് MVയുടെ ടോപ്പ് കോൺ പാനലാണ്, 5 കിലോ വാട്ടാണ്. അപ്പോൾ ഇവിടെ വെള്ളമൊന്നും വീഴാതിരിക്കുന്ന ഇങ്ങനൊരു കാനോപ്പിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിതാ ഈ വീടിൻ്റെ ഹോളും കിച്ചനും ബെഡ്റൂംസും ഒക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് മുകളിൽ എന്തൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറുവാണ്. ഇവിടെ 2 ബെഡ്റൂംസും വിശാലമായൊരു ഹോളും ഒക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല രസമായിട്ട് തന്നെ ഇവിടെയും ഇൻറ്റീരിയേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. സീലിംഗ് എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്, കാണാൻ വിശാലമായിട്ട് തന്നെയാണ് ഈ ഒരു ഹോള് ചെയ്തിരിക്കുന്നത്. അവിടെ താഴത്തെ ആ ഒരു കിച്ചൺ സ്പേസും ഹോളും എല്ലാം കൂടി വരുന്ന രീതിയിലാണ്. അതുപോലെ ഈ ഒരു സൈഡിലായിട്ട് ഇവിടെയും ഒരു TV യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ടാണ് ബെഡ്റൂംസ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ബെഡ്റൂം ഒന്ന് കാണാം. അപ്പം ഇതിവിടുത്തെ മോളുടെ ബെഡ്റൂമാണ്. വളരെ ഭംഗിയായിട്ട് തന്നെ ഈ ഒരു റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ ഒരു ഹൈലൈറ്റ് പോർഷൻ എന്ന് പറയുന്നത് ഈ ഒരു വാർഡ്രോബ് സെക്ഷൻ തന്നെയാണ്. വാർഡ്രോബ് നമുക്കിങ്ങനെ റൂമിലോട്ട് കയറുമ്പോൾ നല്ല നീറ്റായിട്ടാണ് ഈ ഒരു വാർഡ്രോബ്സ് ഒക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിനുള്ളിലായിട്ട് നമ്മൾ താഴെയും കണ്ടു, ഇതിനുള്ളിലായിട്ടാണ് ബാത്റൂം വരുന്നത്. ഒരു ഹിഡൻ ബാത്റൂം ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ കയറി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബാത്റൂം ഉണ്ടെന്ന് ഫീൽ ചെയ്യുന്നില്ല. അത് മാത്രമല്ല ആ ഒരു പാറ്റേൺ ഒരുപോലെ ഇങ്ങനെ പോയിരിക്കുന്നതുകൊണ്ട് തന്നെ കാണാനും നല്ല ഭംഗിയായിട്ടുണ്ട്. നല്ലൊരു കളർ തീമിലാണ് ഈ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു മിറർ കൊടുത്തിരിക്കുന്നതുണ്ടോ, നമുക്കിത് വളരെ യൂസ്ഫുൾ ആയിട്ട് നമ്മുടെ സാധാ ഡ്രസ്സിങ് ഏരിയയിൽ നമുക്ക് ജസ്റ്റ് ഒരു മിററും താഴെ നമുക്ക് ആ ഒരു സ്റ്റോറേജും ആയിരിക്കും വരുന്നത്. പക്ഷേ ഇതിനുള്ളിൽ തന്നെ സ്റ്റോറേജ് കൊടുത്തുകൊണ്ട് വളരെ യൂസ്ഫുൾ ആയിട്ടാണ് ഈ ഒരു സെക്ഷൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. നമുക്കിങ്ങനെ എന്താ പറയുക, നമ്മുടെ ഡ്രസ്സിങ് യൂണിറ്റ് ആയിട്ടും അതുപോലെ അതേസമയം നമുക്ക് സ്റ്റോറേജും കൂടി വരുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ട് നല്ലൊരു ഐഡിയയിലാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. ഇതാണ് സെക്കൻഡ് ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂം വളരെ ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നു. നേരത്തെ നമ്മൾ കണ്ട പോലെയാണ് കേട്ടോ. ആ ഒരു വാർഡ്രോബിൻ്റെ ഒരു ഡോറിനുള്ളിലായിട്ടാണ് ഇവിടുത്തെയും ബാത്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളോടൊപ്പം ബിജു സാറും രാധിക മാമും ഉണ്ട്. നമ്മുടെ ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത് കോൺട്രാക്ടേഴ്സോ ആർക്കിടെക്ട്സോ ഒന്നും ഇല്ലാതെ സാറും മോളും കൂടി അവരുടെ ഐഡിയ അനുസരിച്ച് പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്തൊരു വീടാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ സാറിനോട് നമുക്കൊന്ന് ചോദിക്കാം. ഓക്കെ, വെൽക്കം സാർ. ഞാൻ ബിജു,
ഇതെൻ്റെ വൈഫ് രാധിക. ഒരു മകളുണ്ട്, ഖത്തറിലാണ്, ക്യാബിൻ ക്രൂ ആണ്. നമ്മൾ ഡിസൈൻ ചെയ്തൊരു വീട് വയ്ക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനും മോളും കൂടെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഡിസൈൻ ചെയ്തതെല്ലാം ഞങ്ങളാണ്, ഞാനും മോളും കൂടെ മാത്രമാണ്. അല്ലാതെ ഇത് പിന്നെ എല്ലാം നമ്മൾ കോൺട്രാക്റ്റ് ഒന്നുമില്ല, കോൺട്രാക്റ്റ് കൊടുക്കാതെ നമ്മൾ അല്ലാതെ ചെയ്യിച്ചാണ് ആൾക്കാരെ കൊണ്ട്. സാർ വീട് വെച്ചപ്പോൾ തന്നെ സോളാറും കൂടി വെക്കണം എന്ന് തോന്നാനുള്ള കാരണം എന്താ? സോളാറും കൂടെ വയ്ക്കണമെന്ന് തോന്നാനുള്ള കാരണം, നമ്മൾ ഇപ്പം 2500 സ്ക്വയർ ഫീറ്റ് വീടാണല്ലോ. അപ്പോൾ ഇൻറ്റീരിയറൊക്കെ കുറേ ലൈറ്റുകൾ, കൂടുതലായിട്ട് കുറേ ലൈറ്റുകളുണ്ട്. അതുപോലെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഏകദേശം നമുക്കൊരു 6 AC വീട്ടിൽ വരുന്നുണ്ടല്ലേ? 6 AC ഉണ്ട്. അത് 2 ടണ്ണും 1.5 ടണ്ണും എല്ലാം. അപ്പം കുറച്ച് കറണ്ട് കൂടുതൽ വരുമല്ലോ. അപ്പം കറണ്ട് ചാർജ്, ഇപ്പോഴത്തെ കറണ്ട് ചാർജ് അറിയാമല്ലോ, ഇപ്പം ചൂടും കൂടുതലല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സോളാർ വയ്ക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഫർട്ടിനെ വിളിച്ച് അവർ വന്ന് നോക്കിയിട്ട് ഒരു 5 kV വയ്ക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ 5 kV വെച്ചേക്കുന്നത്. കുഴപ്പമില്ല, ഫർട്ട് നല്ല പണി, സർവീസ് കുഴപ്പമില്ല. അതായത് നല്ല ഇടപെടലും കാര്യങ്ങളും നല്ലതാണ്. ഇതിപ്പം നല്ലതാണെന്ന് തോന്നിയുകൊണ്ട് ഞാനിപ്പം ഞങ്ങളെ 2 വീട്ടിലും കൂടെ വെക്കുന്നുണ്ട്. എൻ്റെ വൈഫിൻ്റെ ബ്രദറിൻ്റെ വീട്ടിലും സിസ്റ്ററിൻ്റെ വീട്ടിലും ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു സാർ. നമ്മുടെ കൂടെ മാമിന് എന്തെങ്കിലും പറയാനുണ്ടോ വീടിനെ കുറിച്ച്? മാമിൻ്റെ ആഗ്രഹങ്ങൾ എന്തെങ്കിലുമൊക്കെ? നമ്മൾ 3 പേരെയും കൂടെ ഒരു കൂട്ടായ പരിശ്രമം കൊണ്ടാണ് ഈ വീട് ഇതുവരെ എത്തിച്ചേർന്നത്. ഓക്കെ, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഹസ്ബൻഡ് പറഞ്ഞില്ല, ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീടും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻസിലൂടെ പറയുക. വീട് പണി നടക്കുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. കാരണം അത്യാവശ്യം ഒരുപാട് ടിപ്സ് നമുക്ക് ഈ ഒരു വീട്ടിൽ നിന്ന് എടുക്കാനുണ്ടാവും, കുറേ ഐഡിയാസ് കിട്ടാനുണ്ടാവും. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.